ഇന്നത്തെ കാലത്ത് ജോലിക്കോ അല്ലെങ്കിൽ മറ്റു ആവശ്യത്തിനൊക്കെ നമ്മൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ 100 രൂപ നമ്മുടെ ചായ കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ശരിക്കും ഈ 100 രൂപ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഡെയിലി മാറ്റി വെച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കിയാലോ. ഇത്തരത്തിൽ ഡെയിലി 100 രൂപ, അതായത് പ്രതിമാസം 3000 രൂപ മാറ്റി വെച്ച് നല്ലൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങളുടെ റിട്ടേൺ ആയിരിക്കും നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുക. ആ കണക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ 20 വർഷത്തേക്കാണ് ഒരാൾ ഡെയിലി 100 രൂപ വെച്ച് മാറ്റി വെക്കുന്നതെങ്കിൽ, അതായത് മാസം 3000 വെച്ച് നല്ലൊരു 15% റിട്ടേൺ നൽകുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 20 വർഷം കൊണ്ട് അവിടെ ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 39 ലക്ഷം രൂപയാണ്. വെറും 7,20,000 രൂപയുടെ നിക്ഷേപമാണ് ഈ ഒരു കാലയളവിൽ 39 ലക്ഷമായിട്ട് വളർന്നിട്ടുണ്ടാവുക. അതേപോലെ തന്നെ 20 വർഷത്തിന് പകരം നമ്മൾ വെറും 10 വർഷമാണ് ഇത്തരത്തിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് 7,89,000 രൂപയാണ്. 3,60,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ 7,89,000 രൂപയായിട്ട് മാറിയിട്ടുണ്ടാവുക. 15% റിട്ടേൺ നൽകുന്ന മ്യൂച്വൽ ഫണ്ടിന്റെ കേസിലാണ് ഞാനിത് പറഞ്ഞത്. നമുക്കറിയാം 20%, 25% റിട്ടേൺ നൽകുന്ന കുറച്ച് ഹൈ റിസ്ക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ ശരിക്കും നമുക്ക് ചിലപ്പോൾ വലിയ രീതിയിലുള്ള റിട്ടേൺ നമുക്ക് അവിടെ ലഭിക്കാൻ സാധ്യതയുണ്ട്.